PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. PSC ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പരാതിപ്പെട്ടി സ്ഥാപിച്ചു. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഈ PSC പരീക്ഷാ ക്രമക്കേടിൽ ഒരുപാട് വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. അതിലാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം. എങ്ങനെയാണ് അവിടെ അവരുടെ പ്രതിഷേധം നടക്കുന്നത്? സ്വാതി, ഈ പരാതിപ്പെട്ടി സ്ഥാപിച്ചുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് PSC ആസ്ഥാനത്തിന് മുമ്പിൽ നടത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പ്രധാന ഗേറ്റിന്റെ പലയിടത്തും ഇതുപോലെ ഈ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയിൽ ക്രമക്കേട് ആരോപിക്കുന്ന അല്ലെങ്കിൽ അത്തരം ക്രമക്കേട് നടത്തിയിട്ടുള്ള പരീക്ഷയിൽ പരാതിയുള്ളവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഈ പരാതിപ്പെട്ടിയിൽ പരാതി നിക്ഷേപിക്കാം. അതിൽ ഒരു QR കോഡ് നൽകിയിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തും പരാതി അയക്കാം. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇന്ന് PSC ആസ്ഥാനത്തിന് മുമ്പിൽ നടത്തിയത്. അവരുടെ ഈ സമരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സമരത്തിനൊപ്പം തന്നെ അവർ ചില കൂടുതൽ പരാതികൾ കൂടി, ആക്ഷേപങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. കയർഫെഡിൽ നടന്ന ഒരു പരീക്ഷയിലാണ് ഇപ്പോൾ ക്രമക്കേട് ആരോപിച്ചിട്ടുള്ളത്. രണ്ട് പരീക്ഷകൾ, ഒന്ന് റീജിയണൽ ഓഫീസർ, മറ്റൊന്ന് മാർക്കറ്റിംഗ് മാനേജർ. ഈ രണ്ട് പരീക്ഷയിലും ക്രമക്കേട് നടന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. അവർ അതിന്റെ തെളിവുകൾ സഹിതമാണ് ആ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിൽ റീജിയണൽ ഓഫീസർ പരീക്ഷയിൽ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരു യോഗ്യത വെച്ചിരുന്നു. ആ കയർ മേഖലയിൽ 3 വർഷത്തെ പരിചയം വേണം എന്നുള്ളതായിരുന്നു അവർ ആരോപിക്കുന്നത്. ഇങ്ങനെയാണ്, ആ മേഖലയിൽ 3 വർഷം മാനേജറായി പരിചയം വേണമെന്ന നോട്ടിഫിക്കേഷൻ യോഗ്യതാ മാനദണ്ഡമായി കാണിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ സ്ഥാനത്ത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത് അനുരാജ് M എന്ന ആളാണ്. ആ ആൾ മാത്രമാണ് പരീക്ഷ എഴുതിയതും ഈ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ വന്നതും ഈ അനുരാജ് M എന്ന് പറയുന്ന ആളാണ്. അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിൽ ഈ അനുരാജ് M ഇടതുപക്ഷ അനുഭാവിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇവിടെ ഉയർത്തി കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അല്ലെങ്കിൽ ആ കാര്യം, ആ ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ആ ആരോപണവും ക്രമക്കേടാണ്, അല്ലെങ്കിൽ ആ നിയമനവും ആ പരീക്ഷയും ക്രമക്കേടാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധവും സമരവും ഒക്കെ PSC ആസ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കാം.